എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു കെ സുധാകരൻ. ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അത് എനിക്ക് കോൺഗ്രസിനോടുള്ള താല്പര്യമൊന്നുമല്ല, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു പാർട്ടി ആരെങ്കിലും, അതായത് ഇവിടെ കേരളത്തിൽ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ എതിരെ എഴുന്നേറ്റ് നിന്ന ഒരു അഭിപ്രായമെങ്കിലും നല്ല രീതിയിൽ പറയാനും പ്രകടിപ്പിക്കാനും കഴിവുള്ള ആളുകൾ പ്രതിപക്ഷത്ത് വേണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ ഭരണ രംഗത്ത് ഒരുപാട് അഴിമതികൾ ഉണ്ടാവും. ഈ അഴിമതികളെയൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതിനെ നിലയ്ക്ക് നിർത്താനും മാറ്റി നിലയ്ക്ക് നിർത്താനും ഒക്കെ ആവശ്യമെന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടോ? ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. പ്രതിപക്ഷം ശക്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും അതൊന്നുമില്ല. പിന്നെ ഞാനീ പറഞ്ഞില്ലേ, ഇതേപോലെ ശ്രീ സുധാകരൻ വളരെ നല്ല രീതിയിൽ KPCC പ്രസിഡന്റായിട്ട് വളരെ നെഞ്ചുറപ്പോടെ കൂടി നിന്നു. മാത്രവുമല്ല, അവിടെ യഥാർത്ഥത്തിൽ അടിച്ചു നിന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിന് പ്രത്യേകത നമുക്കറിയാമല്ലോ. കണ്ണൂരിന്റെ പറയേണ്ട കാര്യമൊന്നുമില്ല. കണ്ണൂർ തലശ്ശേരി മേഖലകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ഊഹമുണ്ട്. അവിടെ ശക്തരാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതായിരുന്നു. അവിടെ അതിനിടയിൽ നിന്ന് ഒരു നേതാവ് വന്നിട്ട് അവരുമായിട്ടെല്ലാം പിടിച്ചു നിന്നു എന്ന് പറയുന്നത് കെ സുധാകരൻ തന്നെയാണ്. അതിന് ഒരു സംശയമില്ല. അത് അദ്ദേഹത്തിന്റെ ഉള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റബേണാണ്. എന്തൊക്കെ എതിര് ഇത് വന്നാലും അത് പിടിഞ്ഞു വയ്ക്കും. ആ രീതിയിലുള്ള ഒരാളാണ് ശ്രീ കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടന്നത്. അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും പരാജയം ഉണ്ടായിട്ട് ഒന്നുമില്ല. ആകെ പരാജയപ്പെട്ടത് ശ്രീ മുരളീധരനാണ് തൃശ്ശൂർ. അത് ചില പ്രത്യേക കാലാവസ്ഥയിലാണ്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ ഇതുപോലെ പിടിച്ചു നിന്ന ഒരു നേതാവ്, അവിടെ അദ്ദേഹം നല്ല വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചില്ലേ, കുഴപ്പമില്ലായിരുന്നല്ലോ. അതേപോലുള്ള ഏത് ഇലക്ഷനെ ആയാലും ശരി, അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇനി നിയമസഭാ ഇലക്ഷനാണ്. അതിനു മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള ഇലക്ഷനൊക്കെ വരും. അപ്പൊ ഈ സമയത്ത് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്രീ സുധാകരനെ മാറ്റേണ്ട കാര്യം എന്തായിരുന്നു? എനിക്കൊരു കാര്യം തോന്നുന്നില്ല. മതമേലധ്യക്ഷന്മാരുടെ വാക്കുകളൊക്കെ കേട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഒരു സ്ഥലത്ത് നിന്ന് വലിച്ചിറക്കുക, അതിന് പകരം വേറൊരാളെ അവരോധിപ്പിക്കുക, അതൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കാൻ പോയി കഴിഞ്ഞാൽ മതവും പോവും, അതിൻ്റെ മൂല്യങ്ങളും പോവും, രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളും പോയിരിക്കുകയാണ്. ഇപ്പം മൂല്യം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാരണം,